മനോഹരമായ സന്ധ്യാസമയത്ത് എൻ്റെ പ്രിയ പ്രേക്ഷകരുടെ അടുത്ത് കടന്നു വരുവാൻ സർവശക്തനായ ദൈവം ഇടവരുത്തി ദൈവത്തിന് സ്തുതി സ്തോത്രം ഞങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടന്നുകൊണ്ടു. നമ്മുടെ ചുറ്റുപാടും കാണുന്ന ഒരു വലിയ വിചിത്രമായ സംഭവം ഉണ്ട്. എല്ലാ മതങ്ങളിൽപ്പെടുന്ന ഭൂരിഭാഗം ആളുകളും മതഗ്രന്ഥങ്ങൾ പൂജിക്കുന്നു, അത് നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്നു, അത് തലയിൽ ചുമക്കുന്നു, അതിന് ചുമ്മനം കൊടുക്കുന്നു. അവരവരുടെ മതത്തിൻ്റെ അനുസരിച്ച് അവരവരൊക്കെ ചെയ്യുന്നു. പക്ഷേ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവർ വായിച്ചു നോക്കുന്നില്ല, അത് ചിന്തിക്കുന്നില്ല, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു വിരോധാഭാസമാണ്. എല്ലാ മതത്തിലും നാം കണ്ടുവരുന്ന ഒരു വലിയ കാര്യമാണ് അവരുടെ പ്രധാനപ്പെട്ട മതഗ്രന്ഥങ്ങൾ അവരെന്ത് ചെയ്യുന്നു? പൂജിക്കുന്നു, അത് വിശുദ്ധമായിട്ട് കണക്കാക്കുന്നു, നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു, തലയിൽ കൊണ്ട് നടക്കുന്നു. അത് വളരെ മനോഹരമായി അത് കാത്തു സൂക്ഷിക്കുന്ന ഒരവസ്ഥാവിശേഷം. പക്ഷെങ്കിൽ അതിനകത്തെ പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ അവർ വായിച്ചു നോക്കാനോ അതനുസരിച്ച് ജീവിക്കുവാനോ ഈ അന്ധവിശ്വാസികൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയ കഷ്ടമായ കാര്യമാണ്. കാരണം അവരുടെ മതത്തിൻ്റെ അനുസരിച്ച്, അതാത് മതത്തിൻ്റെ അനുസരിച്ച്, അതാത് രാഷ്ട്രീയ പാർട്ടിയുടെ അനുസരിച്ച് അവരവരുടെ മതഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഭരണഘടനകൾ ഒക്കെ അവർ സൂക്ഷിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. നല്ലത് തന്നെ, എല്ലാം നല്ലത് തന്നെ. പക്ഷെ മതഗ്രന്ഥങ്ങൾ നമ്മൾ സൂക്ഷിക്കുന്നത് നല്ലതാണ്, ഉമ്മ വയ്ക്കുന്നത് നല്ലതാണ്, ശരീരത്തോട് ചേർത്ത് പിടിക്കുന്നത് നല്ലതാണ്, തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്നത് നല്ലതാണ്, എല്ലാം നല്ലത് തന്നെ. പക്ഷേ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് ഒരു വലിയ വിരോധാഭാസമാണ്. 99% ആളുകളും ഈ പുസ്തകങ്ങളെ അല്ലെങ്കിൽ ദിവ്യഗ്രന്ഥങ്ങളെ പൂജിക്കുന്നു, തലയിൽ കൊണ്ട് നടക്കുന്നു, ചുമ്മനം കൊടുക്കുന്നു, നെഞ്ചത്തോട് ചേർത്ത് പിടിക്കുന്നു, കൈകൂപ്പുന്നു. ഇതൊക്കെ ശരിയാണ്, ദീപങ്ങൾ തെളിയിക്കുന്നു. പക്ഷേ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എത്ര പേര് അനുസരിക്കുന്നുണ്ട്, അതനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ മത പണ്ഡിതന്മാരോട് ചോദിച്ചാൽ അറിയാം, മതശ്രേഷ്ഠന്മാരോട് ചോദിച്ചാൽ അറിയാം. ദൈവഭക്തരെന്ന് പറയുന്ന എല്ലാവരോടും നമ്മൾ ചോദിച്ചാൽ ഇത് തന്നെയാണ് അവസ്ഥാവിശേഷം. രാഷ്ട്രീയക്കാരോട് ചോദിച്ചാൽ ഇത് തന്നെയാണ് അവസ്ഥാവിശേഷം. അവരും അവരുടെ ഗ്രന്ഥങ്ങൾ സൂക്ഷിക്കുന്നു, അത് ഉയർത്തിപ്പിടിക്കുന്നു, അതനുസരിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഇതൊക്കെ ശരിയാണ്. പക്ഷെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുവാൻ ഇന്നുവരെയും വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. അത് ദുഃഖകരമായൊരു കാര്യമാണ്. അതൊരിക്കലും പാടില്ല. വേദഗ്രന്ഥങ്ങൾ, വിശുദ്ധ ഗ്രന്ഥങ്ങൾ നമ്മൾ മാർവോട് ചേർത്ത് പിടിക്കണം, നല്ലത് തന്നെ. കയ്യിൽ നമ്മളതിനെ എടുക്കുക, ആലിങ്ങനെ ചെയ്യണം, നല്ലത് തന്നെ. അത് തലയിൽ ചുമക്കും, നല്ലത് തന്നെ. ഞാൻ നല്ലതല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ പഠിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും ഇവർ തയ്യാറാകണം. തയ്യാറാകാത്ത ഒരു അവസ്ഥാവിശേഷമാണ് ഇന്ന് ലോകത്തിൽ കാണുന്നത്. അവർ തയ്യാറാകണം. അങ്ങനെ വന്നാൽ ഈ ലോകം എന്നേ നന്മയിലേക്ക് വരുമായിരുന്നു എന്നുള്ളത് തീർത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ മതഗ്രന്ഥങ്ങൾ ഏത് മതവുമായിക്കോട്ടെ, നമ്മൾ ചുമ്മനം ചെയ്തതുകൊണ്ടോ, കയ്യിൽ ഉയർത്തിപ്പിടിച്ചതുകൊണ്ടോ, നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടോ, തൊഴുതതുകൊണ്ടോ, പൂവിട്ട് പൂജിച്ചതുകൊണ്ടോ, ദീപങ്ങളതിന് മുമ്പ് കത്തിച്ചതുകൊണ്ടോ യാതൊരു പ്രയോജനമില്ല. പിന്നെയോ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഏത് മതത്തിലായാലും ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആയാലും അതിനകത്ത് പറഞ്ഞിരുന്ന കാര്യങ്ങൾ അതേപടി അനുസരിക്കുന്നവരാണ് യഥാർത്ഥ ഭക്തന്മാർ എന്ന അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സംഭരിക്കുന്നു. എൻ്റെ പേര് ബേബി മലശ്ശേരി. താങ്ക് യു വെരി മച്ച്.